കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു പ്രഭാതം കൂടെ കാണുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനെയും എന്നുള്ള ഗാനത്തിൻ്റെ പശ്ചാത്തലവും അത് എഴുതിയത് ആരാണെന്നും നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സർവചരാചരങ്ങളുടെയും സൃഷ്ടാവായ ദൈവത്തെ രുചിച്ചറിയുവാൻ ഭാഗ്യം ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ ശ്രേഷ്ഠതയാണ്. അത് ചിലപ്പോൾ ദുഃഖമാകാം, അത് ചിലപ്പോൾ സന്തോഷകരമാകാം. വിൽസൺ ചേന്തനാട്ടിൽ എന്ന് പറയുന്ന കർത്തൃദാസൻ ഒരു ഗവൺമെൻറ് സർവീസിൽ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വില്ലേജ് ഓഫീസറായി ജോലി ചെയ്യുന്ന കാലം. ഈ സന്ദർഭത്തിൽ തൻ്റെ സുഹൃത്തിൻ്റെ പിതാവ് ഒരു കാര്യം ചെയ്തു കൊടുക്കുവാൻ തന്നോട് ആവശ്യപ്പെട്ടു. വ്യവസ്ഥ തെറ്റിച്ച് നീതി വിട്ട് ചെയ്യേണ്ടതായ ഒരു കാര്യമായിരുന്നു അത്. ആ കാര്യം താൻ ചെയ്തു കൊടുത്താൽ തനിക്കും തൻ്റെ സഹപ്രവർത്തകർക്കും സാമ്പത്തികമായ വലിയ നന്മയുണ്ടാകും. എന്നാൽ പ്രിയമുള്ളവരെ, വിൽസൺ ചേന്തനാട്ടിൽ ഒരു നിമിഷം ചിന്തിച്ചു, ഇങ്ങനെ അനീതിയുടെ പണം സമ്പാദിച്ച് എനിക്കോ എൻ്റെ സഹപ്രവർത്തകർക്കോ ഉണ്ടാകുന്ന നന്മ അത് വലിയ തിന്മയിലേക്ക് തന്നെ നയിക്കും. അതുകൊണ്ട് ആ നന്മ വേണ്ട എന്ന് താൻ തീരുമാനിച്ചു. തൻ്റെ സഹപ്രവർത്തകർക്കും അത് വലിയ വിദ്വേഷത്തിന് കാരണമായി. 2 ആഴ്ചയോളമായി തൻ്റെ സഹപ്രവർത്തകർ തന്നോട് മിണ്ടുന്നില്ല. ഇദ്ദേഹം എന്തൊരു മണ്ടനാണ്, ഇദ്ദേഹം എന്തൊരു ഫോഷനാണ്, വലിയൊരു നന്മ ആ കാര്യം ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ തനിക്കും നമുക്കും ലഭിക്കുമെന്ന് പറഞ്ഞ് തൻ്റെ സഹപ്രവർത്തകർ തന്നെ ആക്ഷേപിച്ചു. വളരെ പ്രയാസത്തിലൂടെ, നിരാശയിലൂടെ, സഹപ്രവർത്തകരുടെ പെരുമാറ്റത്തിലുണ്ടായ മാനസികമായ വേദനയിൽ വിൽസൺ ചേന്തനാട്ടിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച തൻ്റെ തൂലികയിലൂടെ പുറത്തു വന്ന ചില വരികളാണ്, ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുമേ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതായി സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഗാനം ഈ അനുഭവത്തിൽ താൻ എഴുതിയതാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന, ശ്രവിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ പണവും അനീതിയിലൂടെയോ തിന്മയിലൂടെയോ പ്രവർത്തിച്ചുണ്ടാകുന്നതാണെങ്കിൽ നിശ്ചയമായും അത് അനുഗ്രഹമല്ല, അത് ശാപത്തിന് തന്നെ കാരണമാകും. അന്യായമായി ധനം സമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ടയ്ക്ക് പൊരുന്നിരിക്കുന്ന തിത്തിരി പക്ഷിക്ക് തുല്യനാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതിയെന്ന് വയ്ക്കുക. അന്നന്നു വേണ്ടുന്നത് അന്നന്ന് നൽകി നമ്മെ പരിപാലിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൈ വിശുദ്ധമായിരിക്കട്ടെ, നമ്മുടെ ഹൃദയം വിശുദ്ധമായിരിക്കട്ടെ, നമ്മുടെ ചിന്താഗതി വിശുദ്ധമായിരിക്കട്ടെ. ദൈവം നൽകുന്നത് മാത്രം മതി എന്ന് വെച്ച് അതിൽ തൃപ്തി പ്രാപിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.